പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കോടതിയുടെ പരിപൂർണമായ നിരീക്ഷണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ തന്ത്രിയായിരുന്നാലും മന്ത്രിയായിരുന്നാലും പിന്നെ ആരായിരുന്നാലും നിയമത്തിന്റെ മുന്നിലും കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ തീരുമാനപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. നമുക്ക് പിന്നെ ഇപ്പോൾ തന്ത്രിയെല്ലാം അറസ്റ്റ് ചെയ്തതോടുകൂടി എന്താ ഒരു കാര്യം ബോധ്യപ്പെടുന്നത്? ഈ തന്ത്രിയിൽ എത്രയും നാൾ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കല്ലായിരുന്ന, കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പിന്നെ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു സ്ഥാപനത്തിന്റെ അതിന്റെ ഒരു ഭരണത്ത് നിൽക്കുന്ന ആളിനേക്കാൾ മുകളിലുള്ള ഒരാളായിട്ടാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം പിന്നെ അമ്പലക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊന്നും ന്യായീകരിക്കാൻ വേണ്ടി ആരും വരണ്ട. ബി ജെ പിക്കാർ ഈ പിന്നെ ഉടനെ തന്നെ ഈ തന്ത്രിയുടെ വീട്ടിൽ പോകുന്നു, ഉടനെ തന്നെ ബി ജെ പിക്കാർ പിന്നെ പ്രതിഷേധം ആചരിക്കുന്നു. അതിലെന്താ ന്യായീകരിക്കുന്നത്? വ്യക്തമായി ഒരു LKG UKG പഠിക്കുന്ന കുട്ടികളെല്ലാം അന്വേഷണം നടത്തിയിരിക്കുന്നത്. കോടതി നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷനല്ലേ, പ്രത്യേക അന്വേഷണ കമ്മീഷനാണല്ലോ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തേ അന്വേഷണ കമ്മീഷന്റെയും ഒക്കെ തന്നെ റിപ്പോർട്ട് പിന്നെ വന്ന് കോടതിയുടെ തീരുമാനം വരുന്നവരെ കാത്തിരിക്കാതെ ഉടനെ തന്നെ ഒരു പിന്തുണ പ്രഖ്യാപിച്ച് ഈ പിന്നെ കൊള്ളയടിച്ചവരുടെ വീട്ടിൽ പോകുക, അവർക്ക് കൊള്ളക്കാർക്ക് പിന്തുണ കൊടുക്കുക, അതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമില്ല. BJPക്കും ഇതിൽ എന്തോ ഒരു പിന്നെ ബന്ധമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഉടനെ തന്നെ ഓടിയോടെ പോകേണ്ട കാര്യം എന്താണ്?